നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ളൊരു ദ്വീപിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ മൺട്രോത്തുരുത്തിൻ്റെ കൂടെ ചേർന്ന് കിടക്കുന്ന പെരിങ്ങാലം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ദ്വീപിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല, പാലമൊന്നുമില്ല. ഇങ്ങനെ വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ വള്ളത്തിൽ കടത്ത് കയറിയൊക്കെ വേണം നമുക്ക് ആ ദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ പെരിങ്ങാലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ആ ഒരു പെരിങ്ങാലത്തിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ പെരിങ്ങാലത്തേക്ക് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറേക്കരയിലുള്ള ദാണ്ട് ഈ കാണുന്ന ആ ഒരു കണ്ണൻകാട്ട് പാലത്തിൻ്റെ അപ്പുറത്തായിട്ട് മലയക്കടവ് എന്ന് പറയുന്ന ഒരു കടവുണ്ട്. അതാണ്ട് ഈ കാണുന്ന ആ ഒരു മലയക്കടവിൽ നിന്നും നമ്മൾ കടത്ത് കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു പെരിങ്ങാലത്തേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ പെരിങ്ങാലം എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു പക്ഷേ നമ്മുടെ ആ ഒരു മനസ്സിനെ ശാന്തമാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ആ ഒരു പ്രകൃതിയോടൊപ്പം ചില നിമിഷങ്ങളൊക്കെ ചെലവഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്ഥലം ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ പെരിങ്ങാലത്ത് വരുന്നവർക്കെന്ന് പറയുന്നത്, നമ്മൾ ഈ പെരിങ്ങാലത്ത് ഒരു വട്ടം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെരിങ്ങാലത്തിൻ്റെ ആ ഒരു നിശബ്ദ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ മലയക്കടവിൽ നിന്നും കടത്ത് കയറിയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോകാനുള്ള വള്ളം അപ്പുറത്ത് ആ ഒരു കടത്തിറക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പം നമുക്ക് ആ ഒരു വള്ളത്തിൽ കയറിയിട്ട് നമുക്ക് പെരിങ്ങാലത്തേക്ക് പോയിട്ട് ആ ഒരു പെരിങ്ങാലത്തിൻ്റെ ആ ഒരു നിശബ്ദ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പോകാനുള്ള ആ ഒരു വള്ളം ഈ ഒരു കടവിലേക്ക് അവരെ അപ്പുറത്ത് ആളെ ഇറക്കിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ആ ഒരു കടത്ത് കയറിയിട്ട് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് 3-4 പേര് ഉണ്ടായിരുന്നു. അപ്പം അവരും ഒക്കെ ആ ഒരു കടത്ത് വള്ളത്തിൽ കയറിയിട്ട് ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ആ ഒരു കടത്ത് വള്ളത്തിനായിട്ട് കയറിയിട്ട് അപ്പോൾ ആ ഒരു വള്ളം തുഴയുന്ന ആ ഒരു ചേട്ടൻ്റെ അടുത്ത് ഈ പെരുങ്ങാലത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത്, ഒരു കാലത്തെന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു ഭീഷണിയിൽ ആയിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ നിന്നൊക്കെ പറയുന്നത്. ഇന്നും ആ ഒരു പ്രകൃതിയോട് ജീവിതം തുടരുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ആ ഒരു വള്ളത്തിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മൺട്രോത്തുരുത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പെരിങ്ങാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മൺട്രോത്തുരുത്തിൽ വരുന്നവർക്കൊക്കെ ഈ കായൽ ചുറ്റുമ്പോഴത്തേക്കിന് ഈ ഒരു പെരിങ്ങാലത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പെരിങ്ങാലത്തേക്ക് നമുക്ക് ഈ ഒരു വണ്ടിയോ സൈക്കിളോ ഒരു സ്കൂട്ടർ പോലും പോകാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പെരിങ്ങാലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്കൂളും ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു കാഴ്ച, പോകുന്ന വഴികളും അവിടുത്തെ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പെരിങ്ങാലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പേരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. 3-4 പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ബാക്കിയുള്ളവരെ ഈ ചേട്ടൻ അപ്പുറത്ത് ആക്കും. അപ്പോൾ ഈ ചേട്ടനെടുത്ത് ചോദിച്ചപ്പോഴത്തേക്കിന് ഇവിടെ 2 പേരുണ്ട്. 15 ദിവസം കൂടുമ്പോഴാണ് ഈ ഒരു കടത്ത് അവരിങ്ങനെ മാറി ഡ്യൂട്ടി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു കടവിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ആ ഒരു പെരിങ്ങാലത്തിലേക്ക് കുറച്ച് സ്ഥലങ്ങളാണ്, വലിയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, വീടുകളൊക്കെ കൂടുതൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. വഴികളൊക്കെ ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ പോച്ചയൊക്കെ കയറി വഴിയായിട്ടൊന്നും ഇല്ല. അവിടെ ഇങ്ങനെ ആ ഒരു വേലിയേറ്റം, ഞങ്ങൾ ചെന്നതൊരു 10-11 മണി സമയമാണ്. അപ്പം രാവിലെയാണ് ഇവിടുത്തെ ആ ഒരു വേലിയേറ്റമൊക്കെ വരുന്നത്. അപ്പം ഇവിടെയൊക്കെ ആ ഒരു വേലിയേറ്റം കയറി ഈ കിടക്കുന്ന വെള്ളം കണ്ടില്ലേ, 11 മണിയായിട്ടും ആ ഒരു വേലിയേറ്റത്തിൻ്റെ ആ ഒരു ഇറക്കം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കയറി ചെളിയൊക്കെ നിറഞ്ഞ ആ ഒരു വഴികളാണ്. അപ്പം ആൾക്കാരൊക്കെ ആ ഒരു വെള്ളത്തിൽ കൂടെ ഒക്കെ നടന്നാണ് ഈ ഒരു കുറച്ച് 10-500 പേര് നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ ഒരു താമസിക്കുന്ന ഒരു ചേട്ടനെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കിന് അവർക്ക് പരാതികളുടെ പുറത്ത് പരാതികളാണ് ഈ ഒരു സ്ഥലത്തേക്ക് പറ്റി പറയാനുള്ളത്. ആ ഒരു വേലിയേറ്റത്തിൻ്റെ ആ ഒരു ഭീകരത, അത് നമ്മുടെ ആ ഒരു മുട്ടിന് മുകളിൽ വരെ വെള്ളം നിറഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് വേലിയേറ്റം ഉള്ളപ്പം നമുക്ക് ഇതിലേ നടന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ വളരെ പാടാണ്. അപ്പം ഇവിടെ താമസിക്കുന്നവരൊക്കെ മിക്കവാറും ഉള്ളവരൊക്കെ ഇവിടുന്ന് സ്ഥലം ഒഴിഞ്ഞ് ഒരു പാലം പോലും ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് അവിടെ ഇങ്ങനെ ആ ഒരു വെള്ളത്തിൽ കരിമീനാണിത് കേട്ടോ. ഇത് ഭയങ്കര വലിപ്പമാണ്. നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഇത് നമ്മൾ കരക്കി എടുക്കുകയാണെങ്കിൽ ഭയങ്കര വലിപ്പമുള്ള കരിമീനാണ്. ഇതുപോലുള്ള ചെറിയ കാടുകളും ചെറിയ ആ ഒരു തോട് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ കരിമീനുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നടുതണക്കുള്ള ചെറിയ വഴികളാണ് കേട്ടോ. ഒരു സൈക്കിളോ ഒരു സ്കൂട്ടറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല.
നമ്മൾ താണ്ടി ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു മീനിൻ്റെ ഒരു കൂടാണ് കേട്ടോ. അപ്പം മീനെ വളർത്തുന്ന ഒരു കൂടാണ്. അപ്പോൾ ആ ഒരു മീനിൻ്റെ കൂട് നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് ചെമ്മീനും കരിമീനും ഞണ്ടും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മുടെ ആ ഒരു കല്ലടയാറിൻ്റെ ആ ഒരു കൈത്തോടുകൾ കൂടുതലും ഈ ഒരു പെരിങ്ങാലത്തിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഈ ഒരു പെരിങ്ങാലത്തിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ആ ഒരു ആൾക്കാരെന്ന് പറയുന്നത് കൂടുതലും ആ ഒരു വള്ളവും ബോട്ടും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെയാണ് അവർ ഗതാഗതത്തിനായിട്ടൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മീൻപിടുത്തമൊക്കെയാണ് അവർ മെയിനായിട്ട് ചെയ്യുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര മോശമാണെങ്കിലും നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം, ആ ഒരു നിശബ്ദത നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതാണ്ട് എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണെന്നറിയോ. അതാണ്ട് ഈ പോകുന്നതെന്നൊക്കെ പറയുന്നത് ഒരു മെയിൻ വഴിയാണ് കേട്ടോ. അതാണ്ട് ഈ കാണുന്നതൊരു കൊഞ്ച് കുളമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കൊഞ്ചുകളെയൊക്കെ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതൊരു മെയിൻ വഴിയാണ്. ആ ഒരു കൈത്തോടിലുള്ള ആ ഒരു കല്ലടയാറിൻ്റെ കുറുകെ വരുന്ന ആ ഒരു കൈത്തോടിൻ്റെ മുകളിലുള്ളൊരു പാലമാണ്. പക്ഷെ പാലം ഇറങ്ങിക്കഴിഞ്ഞാലും വഴിയില്ല കേട്ടോ. ഈ കാണുന്നതാണ് ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ്. അവിടെ ഇങ്ങനെ വേലിയേറ്റത്തിൻ്റെ ഒരു ശല്യം കാരണം നമുക്കിതിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു വഴിയിലൂടെ ചെളിയും ഒക്കെ നിറഞ്ഞൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പോസ്റ്റൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. നമ്മൾ കേരളത്തിൽ ഒരിടത്ത് പോലും നമ്മൾ കാണാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലാണ്ട് ഇവിടെ ഒന്നും ആളുകളൊന്നും താമസമൊന്നും ഇല്ലെന്ന്. ഒരു വീട് കണ്ടോ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഇവിടെ ഉള്ളവർ ആ ഒരു വേലിയേറ്റത്തിൻ്റെ ആ ഒരു ശല്യമൊക്കെ കൊണ്ട് അവർ ഇവിടുന്ന് ഒഴിഞ്ഞ് വേറെ എവിടെയോ താമസം മാറി പോയതാണ് കേട്ടോ. അതെ, അവർ വീട് മൊത്തം കാട് പിടിച്ചിങ്ങനെ കിടക്കുവാണ്. ഈ ഒരു സ്ഥലത്തെന്ന് പറയുന്നത് ജലത്തിലൂടെയാണ് നമ്മൾ കൂടുതലും ഗതാഗതമൊക്കെ കൂടുതലായിട്ടുള്ളത്. ആ ഒരു ജലത്തിലൂടെയാണ്. നമ്മൾ കൊല്ലത്തു നിന്നൊക്കെ നമുക്ക് ബോട്ടിനകത്ത് വേണമെങ്കിൽ നമുക്ക് പെരിങ്ങാലത്ത് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ താണ്ടി ഈ നടന്നു പോകുന്നതിൻ്റെ അങ്ങ് അപ്പുറത്ത് നമ്മൾ ലാസ്റ്റിലെത്തുന്നത് ആ ഒരു ബോട്ടിനകത്ത് വരുന്ന ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ താണ്ടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പെരിങ്ങാലത്തിലെ മെയിൻ വഴികളാണ് ഇതൊക്കെ കേട്ടോ. അതാണ്ടോ നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ, പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ. എന്ത് നിശബ്ദതയാണെന്നറിയാമോ. നമുക്ക് നമ്മുടെ ആ ഒരു നഗരത്തിൻ്റെ ആ ഒരു തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമുക്ക് ആ ഒരു പ്രകൃതിയുടെ ആ ഒരു നിശബ്ദ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. താണ്ടെ വേറൊരു തോട്ടിന് കുറുകെയുള്ളൊരു പാലമാണിത് കേട്ടോ. വഴിയൊന്നുമില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്ത് വഴിയൊന്നുമില്ല. താണ്ടെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹോം സ്റ്റേ പോലൊരു സംഭവം നമുക്കിവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ ആ ഒരു മൺട്രോത്തുരുത്തിലെ ആ ഒരു ചെറിയ ദ്വീപുകളുടെ കൂട്ടത്തിൽ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒരുപാട് നിറഞ്ഞ ഒരു ശാന്ത പ്രദേശമാണ് നമ്മുടെ ഈ പെരിങ്ങാലം കേട്ടോ. നമ്മുടെ ഈ ഒരു സ്ഥലത്ത് മലനിരകളോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ ഒരു പച്ചപ്പും നിശബ്ദതയൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കിന് ആൾതാമസമുള്ള 1-2 വീടുകൾ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അവിടെ ഇങ്ങനെ ആ ഒരു തോടിന് കുറുകെയുള്ള ആ ഒരു പാലം എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റിൽ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു അറിയാം അത്രയും വേലിയേറ്റം ഇങ്ങനെ കയറി ഇങ്ങനെ പൊങ്ങുന്നതുകൊണ്ടാണ് അവർ അത്രയും ഹൈറ്റിൽ ആ ഒരു പാലം ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് പിന്നെ വേറൊരു കൊഞ്ചുകുളം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറയുന്നത് ഈ ഒരു കൊഞ്ചുകുളങ്ങളൊക്കെ ഇവിടെ ഉള്ളവരൊന്നും അല്ല കേട്ടോ, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടാണ് ആ ഒരു കൊഞ്ചുകുളമൊക്കെ ചെയ്തത്. അപ്പോൾ നല്ല പുതുതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു വീട് നമുക്കവിടെ കാണാൻ പറ്റിയിട്ട്, അതെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിലാണ് ആ ഒരു വീട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഇങ്ങനെ ഒരു വള്ളം ഫൈബർ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളൊരു ചേട്ടനെയൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു പെരിങ്ങാലത്തിൻ്റെ ആ ഒരു വിഷമങ്ങളും ആൾക്കാരുടെ കഷ്ടപ്പാടുകളും ഒക്കെ പറ്റി ഒരു പരാതി പോലെ നമുക്ക് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. പെരിങ്ങാലത്തിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വന്ന വഴി തന്നെ നമുക്ക് കാണാൻ പറ്റി. വെള്ളമൊക്കെ കയറി ഇങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെ താമസിക്കുന്നു പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം ആ ചേട്ടൻ നമ്മുടെ ഈ പെരിങ്ങാലത്തിൻ്റെ ആ ഒരു അവസ്ഥകളെ പറ്റിയൊക്കെ നമ്മളോടൊന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് പെരിങ്ങാലത്തിൻ്റെ ആ ഒരു അവസ്ഥകളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. പറഞ്ഞേട്ടാ, എങ്ങനെയുണ്ട് പെരിങ്ങാലത്തെ അവസ്ഥ? ഈ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിൽ ഏറ്റവും മോശപ്പെട്ട അത് ഒരു വികസനം എത്താത്ത സ്ഥലമാണ് ഈ കിടപ്പുറം 2 പെരിങ്ങാലം എന്ന് പറയുന്നത്. ഇവിടെ വികസനം എത്താത്ത മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ സർക്കാർ ഒരു ഫണ്ട് പിന്നെ അത് നമുക്ക് തരികയാണെങ്കിൽ അത് റോഡ് സൈഡിലുള്ള പിന്നെ നിർമ്മാണത്തിനുള്ള തുകയെ അനുവദിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ പെരിങ്ങാലത്തൊരു സാധനം കൊണ്ടുവന്ന് നമുക്ക് ഈ പണി നടത്തണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ, അതുകൊണ്ട് ആരും വന്ന് ഇവിടെ ഒരു വർക്ക് എടുക്കുന്നില്ല.
യാതൊരു പുരോഗതിയും ഇവിടെ ഈ നാടിനില്ല താനും. അത് ആരും തന്നെ എം പിയുടെ ഭാഗത്തുനിന്നും ഇല്ല, എം എൽ എയുടെ ഭാഗത്തുനിന്നും ഇല്ല. ആരും എടുക്കാൻ തയ്യാറല്ല. അഥവാ അവർ പൈസ അനുവദിച്ചാൽ തന്നെ എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഈ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാൽ 1 തൊട്ട് 10 വരെ, അതുകൂടെ ഹയർ സെക്കൻഡറി ഉണ്ട്. ഈ സ്കൂൾ ഇവിടുത്തെ ശോചനീയാവസ്ഥ കൊണ്ട് ഏകദേശം 1 തൊട്ട് 10 വരെ 52 പിള്ളേരാണ് ഇവിടെ പഠിക്കുന്നത്. പുറത്തുനിന്നെങ്ങും ആരും ഇങ്ങോട്ട് വരുന്നതുമില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ യാത്രയൊക്കെ. അതുതന്നെ അധ്യാപകരൊക്കെ വളരെ ദൂരത്തു നിന്ന് വരുന്നതാണ്. അവർ വളരെ നേരത്തെയൊക്കെ വന്ന അധ്യാപകർ 2 ഡ്രസ്സുമായിട്ടാണ് ഈ നാട്ടിൽ വരുന്നത്. 2 ഡ്രസ്സ്. അന്ന് ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് മാറേണ്ടി വരും. കാരണം വഴി മൊത്തം വെള്ളവും ചെളിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇത് അധികാരികൾ കാണുന്നുണ്ട്, പക്ഷേ അവർക്ക് ഇതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എങ്ങും ഇങ്ങനൊരു അവസ്ഥയില്ല ഈ നാട്ടിലെ. ഇപ്പോൾ മൊത്തം എത്ര പേര് താമസിക്കുന്നതായിരിക്കും? ഇവിടെ ഇപ്പോൾ ആകെ ഞങ്ങൾ 400 സംതിങ് വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത്. ഇവിടെ താമസക്കാരെല്ലാം പുറത്തോട്ട് പോയാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വീടുകളും വസ്തുക്കളും കിടപ്പുണ്ട്. എല്ലാവരും പുറത്തോട്ട് പോയി അവരെ സൗകര്യത്തിന് വേണ്ടി എല്ലാവരും പോയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴത്തേക്കും 2 പിള്ളേർ അവിടെ ഇരുന്ന ഒരു പാക്കൊക്കെ പൊളിച്ചിങ്ങനെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് പാക്കൊക്കെ പൊളിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അതാണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു വഴികളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ചുമ്മാ നമ്മളിങ്ങനെ നടവഴികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓരോ വീടുകളിലൊക്കെ പോകുന്ന ആ ഒരു നടവഴികളിൽ പോലെ നമുക്ക് തോന്നുന്നത് ഈ ഒരു സ്ഥലത്തെ ആ ഒരു വഴികളൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിക്ക് ആ ഒരു പെരിങ്ങാലത്തേക്ക് പോകുന്ന ആ പെരിങ്ങാലത്തെ ആ സ്കൂളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും എന്താണ്ട് അവരൊരു കട കണ്ടു കേട്ടോ. ആ ഒരു കടയുടെ ഫ്രണ്ടിലുള്ള ഒരു വഴിയാണിത് കേട്ടോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ ആ ഒരു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആ ഒരു എങ്ങനെയുള്ള വഴികളിലായിരിക്കും കടകളൊക്കെ നിൽക്കുന്നതെന്ന്. അപ്പോൾ അതാണ്ട് ഈ കാണുന്ന വീടുകളിലൊന്നും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അതാണ്ട് ഇതൊക്കെ ആ ഒരു ഗ്രാമത്തിൻ്റെ മെയിൻ വഴികളാണ് കേട്ടോ. അതാണ്ട് ഒരു വികസനവും എത്താത്ത ഒരു നാടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു വഴികളിലൂടെ ഒക്കെ നടന്ന് നമ്മൾ എന്നാ വിചാരിച്ചാൽ സ്കൂളിൽ ചെന്നിട്ട് ആ ഒരു സ്കൂളും ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് നിങ്ങൾ നടന്നു വരണം, നിങ്ങൾ തിരിച്ച് ബോട്ടിൽ കയറിയിട്ട് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ അതാണ്ട് നമ്മൾ ആ ഒരു പെരിങ്ങാലത്തിൻ്റെ ആ ഒരു സ്കൂളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്കൂളെന്ന് പറയുന്നത് 1 മുതൽ ഹയർ സെക്കൻഡറി വരെ ഇവിടെ ഉണ്ട്. പക്ഷേ പിള്ളേർ ആ ചേട്ടൻ നേരത്തെ നമ്മുടെ അടുത്ത് പറഞ്ഞ് 50-55 പിള്ളേർ മാത്രമേ ഈ ഒരു സ്കൂളിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പഠിക്കാൻ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളമൊക്കെ കയറി കുറേ ദൂരമൊക്കെ നടന്നിട്ടൊക്കെ വേണം വരാൻ. അപ്പോൾ താണ്ട ഈ സ്കൂളിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് മാറിയിട്ട് ഒരു പള്ളിയുടെ ഒരു കുരിശടി, ഒരു ബോട്ടിൻ്റെ ആകൃതിയിൽ ചെയ്തു വെച്ചേക്കുന്ന ഒരു പള്ളിയുടെ കുരിശടിയൊക്കെ നമുക്ക് കാണാൻ പറ്റി. വളരെ മനോഹരമായിട്ടുള്ള ഒരു കുരിശടിയായിരുന്നു അത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തൊട്ട് താഴോട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കിന് ദാണ്ട് അവിടെ ഇങ്ങനെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ കടയുടെ ഫ്രണ്ടിലുള്ള വഴി നമുക്ക് കാണുമ്പോൾ ആ ഒരു നാടിൻ്റെ ആ ഒരു വികസനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഒരു വികസനവും ഇല്ല, ഒരു കോൺക്രീറ്റ് പോലും ചെയ്യാത്ത റോഡുകളാണ് ഈ ഒരു ഗ്രാമത്തിൽ കൂടുതലും ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാളെ നമ്മൾ ഇനി ഇപ്പുറത്ത് നമ്മൾ കല്ലട ആറിൻ്റെ അടുത്തുകൂടാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലൂടെ നടന്നിട്ട് നമ്മൾ ഇനി ഇപ്പുറത്ത് നമ്മൾ കായലിൻ്റെ സൈഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ വള്ളങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ റിപ്പയറൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം മീൻ പിടിക്കാനൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും മീൻ പിടിക്കാനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതാണ്ട് നമ്മൾ ആ ഒരു നടന്നിങ്ങനെ പോയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കായലിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റി. അതാണ്ട് ഇങ്ങനെ കണ്ടൽക്കാടുകളൊക്കെ ഇങ്ങനെ വളർന്നിങ്ങനെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു കായലിൻ്റെ തീരത്ത് നമ്മളിങ്ങനെ നിന്നപ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ പറ്റി. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു ശാന്തത. അതുകൊണ്ട് ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഷെഡ് കെട്ടിയിട്ട് വണ്ടികളൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് വള്ളങ്ങളൊക്കെയാണ് ഷെഡ് കെട്ടി കാണുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരു കട കേട്ടോ. ആ കടയുടെ ഫ്രണ്ടിലുള്ള വഴി കണ്ടു. ഈ കടയെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന അവിടുത്തെ മെയിൻ ഒരു കടയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്തെ മെയിൻ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതാണ്ട് ആ ഒരു ഞങ്ങളിങ്ങനെ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് പോകുന്ന രീതിയിലുള്ള ഒരു വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതാണ്ട് ആ ഒരു കായലിൻ്റെ തീരത്തുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നിറഞ്ഞ ഒരു ശാന്ത പ്രദേശമാണ് നമ്മുടെ ഈ പെരിങ്ങാലം എന്ന് പറയുന്നത്. അങ്ങോട്ട് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലൊരു വള്ളമായിരുന്നു കേട്ടോ. അതപ്പോൾ അവർ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഈ വീട്ടിലെ ഒരു താമസമൊക്കെ മാറിയിട്ട് അവർ ഇവിടുന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കായലാണ്. നല്ല സൂപ്പർ വ്യൂവും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനെ രാവിലെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും ആ വീടിൻ്റെ പകുതി വരെ അങ്ങ് കായൽ കയറി അങ്ങ് മുങ്ങി. അപ്പോൾ ഈ ഒരു സ്ഥലം, നമ്മളീ കണ്ട സ്ഥലങ്ങൾ മൊത്തം അങ്ങ് വെള്ളത്തിനടിയിലാവും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പെരിങ്ങാലത്തിൻ്റെ ആ ഒരു
ബോട്ട് സർവീസൊക്കെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ബോട്ട് സർവീസ് ഉള്ള ആ ഒരു സ്ഥലത്ത് ഞാൻ വന്നതാണ്. കൊല്ലത്ത് നിന്ന് നമ്മുടെ പെരിങ്ങാലം എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിന് ഈ ഒരു സ്ഥലത്താണ് ആ ഒരു ബോട്ട് കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല മനോഹരമായിട്ടുള്ള ആ തെങ്ങൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ച, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു പെരിങ്ങാലത്ത് ബോട്ട് ജെട്ടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മർത്തോമ ധ്യാന തീരം എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുടെ ഒരു ധ്യാന കേന്ദ്രമൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാത്തിരിപ്പ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്തു നിന്ന് വരുന്ന ബോട്ടുകൾ ഈ ഒരു പെരിങ്ങാലത്ത് വന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊല്ലത്തിന് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ നടന്നല്ല നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനെ നമ്മൾ വിളിച്ചപ്പം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ ബോട്ടുമായിട്ട് വന്നിട്ട് ഞങ്ങൾ ആ ബോട്ടിനകത്ത് കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് കയറി ഒരു മലയക്കടവിൽ ഞങ്ങളെ കൊണ്ടുവന്നിറക്കി. അവിടെ നമ്മുടെ ബൈക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബൈക്കിൽ കയറിയിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മൾ പോരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് ഇവിടുന്ന് വീണ്ടും നടന്നു പോകുകയെന്ന് പറയുന്നത് നമ്മൾ ഒരു 1-2 കിലോമീറ്റർ നമ്മൾ നടന്നാണ് ആ ഒരു പെരിങ്ങാലത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ കയറിയപ്പോഴത്തേക്കിന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കുറച്ച് നേരം ഇരുന്ന് അവിടുത്തെ ആ ഒരു എങ്ങനെയാണ് ഈ ഒരു പെരിങ്ങാലം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഞങ്ങളെ ബോട്ടിൽ കൊണ്ടുവന്ന പയ്യൻ പഠിക്കുന്ന പയ്യനാണ്. അപ്പോൾ ആ ഒരു പയ്യൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങളെ അവൻ മലയക്കടവിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു ടാറ്റയൊക്കെ തന്ന് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് അവൻ ഇങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ നമ്മുടെ ആ ഒരു പെരിങ്ങാലത്ത് വന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.